السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നാളെ മഹ്ശറയിലേക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുവരപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിലേക്ക് നമ്മളെ വിളിക്കപ്പെടുന്നത് നമുക്ക് ഭൂമി ലോകത്ത് നൽകപ്പെട്ട പേരുകൾ കൊണ്ടാണ്. നമ്മുടെ പേര്, അതുപോലെ തന്നെ അതിനോട് ചേർത്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ പേര്, ഇന്നാലിൻ്റെ വ്യക്തിയുടെ മകൻ, ഇന്നാലിൻ്റെ വ്യക്തി എന്ന നിലക്ക് നമ്മുടെ പേരുകൾ വിളിച്ചുകൊണ്ടാണ് മഹ്ശറിലേക്ക് നമ്മളെ കൊണ്ടുവരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നല്ല പേരായിരിക്കണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള ഉലുൽ അസ്മുകൾ, മുർസലുകൾ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, കോടാനുകോടി ജനങ്ങൾക്ക് മുമ്പിൽ നമ്മെ വിളിക്കപ്പെടുമ്പോൾ മോശപ്പെട്ട പേരാണെങ്കിൽ അത്രയും ആളുകൾക്കിടയിൽ നാം വഷളാകുന്നൊരവസ്ഥ നമുക്ക് സംജാതമായി പോകും. അതില്ലാതിരിക്കാൻ നാം എപ്പോഴും നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഏറ്റവും നല്ല പേരുകൾ അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയിട്ടുള്ള, ആയിഷ, ഫാത്തിമ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്കിട്ട് വിളിച്ചാൽ അത് ആഖിറത്തിലും ഞങ്ങൾ മക്കൾക്ക് നമുക്കത് വലിയ ഉപകാരം കിട്ടും. നമുക്ക് ഇസ്സത്തോടെ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരുകളായിരിക്കണം ഇടണമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇക്കും വഅസ്മാഇ ആബായിക്കും. നിങ്ങൾ തീർച്ചയായും അന്ത്യനാൾ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേരുകൾ ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅക്കും, നിങ്ങളുടെ പേരുകൾ നന്നാക്കണേ. നല്ല പേരുകളായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കൊക്കെ വിടേണ്ടത്. അല്ലാതിരുന്നാൽ ആഖിറത്തിൽ അത് നമ്മൾ വഷളാവാനത് കാരണമായി തീരുമെന്നതിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഹദീസുകളുടെ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് അനർത്ഥമുള്ള നല്ല പേരിൽ അർത്ഥമില്ലാത്ത, സുബലക്ഷണമുള്ള അർത്ഥമില്ലാത്ത പേരുകളെ ഇട്ടുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കളുടെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന, അവിടെ വഷളാകുന്നൊരവസ്ഥയിലേക്ക് നാം ഒരിക്കലും എത്തിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളാകുന്ന ഈമാനുള്ള വ്യക്തികൾ അവരൊരിക്കലും ഭൗതികതയുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നാം വഷളാകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഒരിക്കലും പാടില്ല. നമ്മുടെ ഈമാൻ എപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇസ്ലാം അനുസരിച്ച്, ദീനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഹിദായത്ത് നിലനിർത്തി അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.